മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മുഖത്തൊരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇന്നെന്താണെന്നറിയോ, അമ്മ വന്നിട്ടുള്ള ആദ്യത്തെ വ്ലോഗാണിത്. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇത്രയൊക്കെ സന്തോഷം കാണുന്നത് കേട്ടോ. ഇന്ന് അമ്മ അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അതിനൊപ്പം തന്നെ കുറച്ച് കുട്ടി സംസാരങ്ങളും. ഓക്കെ, അതാണ് ഇന്നത്തെ വ്ലോഗ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പം ഫ്രം സ്റ്റാർച്ച്. അരി പച്ചരിയാണ്. ഇഡലി റൈസ് നമ്മൾ ഇതിന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കി, അത് നന്നായിട്ട് വന്നില്ല. അതുകൊണ്ട് പച്ചരി വാങ്ങിയിട്ടാണ്, പച്ചരി വെച്ചിട്ടാണ് ഇത്തവണ ചെയ്യുന്നത് അല്ലേ. പച്ചരി 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ നല്ല പൊടി പൗഡറായിട്ട് പൊടിച്ചെടുക്കും. അരിപ്പയിൽ അരിച്ച് വേണം എടുക്കാൻ, ഇവിടെ അരിപ്പ ഇല്ലാത്തതുകൊണ്ട് ഇത് നല്ല ഫൈനായിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് നമ്മുടെ അരി അരിക്കുന്ന അരിപ്പയിൽ അരിച്ചാണ് എടുക്കേണ്ടത്. പക്ഷേ നമുക്കിവിടെ അരി അരിക്കുന്ന അരിപ്പ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അരിച്ച് എടുത്ത പൊടിയാണ്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ്, ഇതാണല്ലോ റൈസ് പൗഡർ. എൻ്റെ ചേച്ചിയൊക്കെ ചെയ്യുന്നത് ഇത് വാങ്ങുന്ന പൊടി വെച്ചിട്ട് അവൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ചെയ്യൂത്രേ. അപ്പം ഇത് പക്ഷേ നമ്മൾ അരി പൊടിച്ചെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: അരി പൊടിച്ചത്, തേങ്ങാപ്പാൽ, ഇത് ഒരു ക്യാനും അതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ തേങ്ങ ചിരവി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലല്ല, ഇത് റെഡിമെയ്ഡ് കിട്ടുന്ന ഒരു ക്യാനിൽ വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ ഇതെന്താ പറയുക, എള്ള്, പിന്നെ 3 കപ്പ് അരിക്ക് 3 മുട്ട. അതാണ് കണക്ക്. ഇപ്പം 2 കപ്പാണെങ്കിൽ 2 മുട്ട അല്ലേ. 3 കപ്പ് അരി ഇട്ടേക്കുന്നതുകൊണ്ട് 3 മുട്ട. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വറക്കാനുള്ള എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അമ്മയാണ് ഷെഫ്, ഞാൻ ജസ്റ്റ് വായി നോക്കി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ബൈ ദ വേ, ക്രിസ്മസിൻ്റെ ഒരു മെയിൻ ഒരു പലഹാരമാണിത് അല്ലേ. ക്രിസ്മസിന് ഒക്കെ സാധാരണ ഉണ്ടാക്കാറുള്ള ഒരു പലഹാരമാണെന്ന്. അപ്പം ഞാൻ എൻ്റെ ക്രിസ്മസ് പജാമ ഏതായാലും ഞാൻ മാറ്റുന്നില്ല, അത് തന്നെ ഇട്ടുണ്ടെങ്കിൽ നിൽക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ വീട്ടിൽ ക്രിസ്മസിനല്ല എന്ന് സ്ഥിരമായിട്ടുള്ള ഒരു പലഹാരമാണ്. അമ്മയുടെ അമ്മ, എൻ്റെ അമ്മ എന്ന് തീരുമ്പം നിറച്ച് വെക്കും. അതൊരു ക്യാൻ ഉണ്ടല്ലോ അമ്മേ, അത് ഇങ്ങനെ അടപ്പുള്ള പഴയ ഒരു ക്യാനാണ്. അതിനകത്ത് ഇങ്ങനെ നിറച്ച്, അതിനകത്ത് ആ ഒരു അച്ചപ്പം കയറാനുള്ള ഹോളേ ഉള്ളൂ. അത് അകത്ത് വിസ്താരമുണ്ട്, പക്ഷെ ആ ഹോള് തുറന്നെടുക്കാനുള്ള ഹോളിൽ ഒരച്ചപ്പം കറക്റ്റായിട്ട് കയറി വരും. അത്രയും സ്പേസ് ഉള്ള പഴയ ഒരു പാത്രം. അങ്ങനെ ഒരു പാത്രത്തിൽ എപ്പോഴും നമുക്ക് തുടങ്ങാമേ, അങ്ങനെയുള്ള പാത്രത്തിൽ എപ്പോഴും ഉണ്ടാവും വെല്ലുമ്മച്ചിയുടെ വീട്ടിൽ ഈ അച്ചപ്പം. അപ്പം നമ്മൾ ആദ്യം മുട്ട പൊട്ടിച്ച് ദാ ഇവിടെ ഒരു വലിയ ബൗളിലേക്ക് ഇടുവാണേ. അപ്പോൾ വേറെ മെമ്മറീസ് പറയാമേ, ഈ അച്ചപ്പം ഉണ്ടാക്കുന്നതിൻ്റെ പഴയ മെമ്മറീസ് പറഞ്ഞുകൊണ്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി കണ്ടുള്ള ഇതാണ്, അത് കണ്ട് ഞാൻ പഠിച്ചതാണ്. അങ്ങനെ ഞാനും ഉണ്ടാക്കാറുണ്ട്. ഇവരുടെ ചെറുപ്പത്തിലൊക്കെ ഞാനും അത് അമ്മ കാണിച്ചു തന്നതുപോലെ ഞാനും എൻ്റെ മക്കൾക്കും അച്ചപ്പം സ്ഥിരമായിട്ട് മിക്കവാറും. പക്ഷെ വെല്ലുമ്മച്ചി ഉണ്ടാക്കുന്ന അത്രയും ഉണ്ടാക്കത്തില്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി തരും അല്ലേ. ഓണത്തിന് സ്ഥിരമായിട്ടുണ്ട്. ഓണത്തിന് അച്ചപ്പവും കളിയടക്കയും. അതിനെന്താ നിങ്ങൾ പറയുന്നത് അറിയത്തില്ല. കളിയോടക്ക, ഓരോരുത്തരും ഓരോ ചീട, അങ്ങനെ പല പേരുകളിൽ പറയും. ഇത് രണ്ടുമായിരുന്നു ഓണത്തിന് അമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ. മുട്ട ഉടച്ചു വെച്ചു, പഞ്ചസാര. ഇതെല്ലാം പഞ്ചസാരയ്ക്കൊന്നും കണക്കില്ല കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനുള്ള നിങ്ങളുടെ ഓരോരുത്തർക്കും എത്ര, ചിലർക്ക് നല്ല മധുരം വേണം, ചിലർക്ക് കുറച്ച് മധുരം മതി. ഞങ്ങൾ പൊതുവേ അധികം മധുരം ഇടാറില്ല. പൊതുവേ മധുരം കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ വലിയ താല്പര്യമില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യും. വൈകി സ്കൂള് കഴിഞ്ഞ് വന്നിട്ട് അതേ കോലത്തിൽ നിൽക്കുകയാണ്. കഴിച്ചോ? പാല് കുടിച്ചോ വൈക? എന്നാ ഒരു ഗ്ലാസ്സിൽ പാലെടുത്ത് കുടിക്കുകയാണ് പ്ലീസ്. അയ്യോ, ഫുഡ് കഴിച്ചില്ല. ഓടി പോയി കഴിക്കും. നന്നായിട്ട് ഫോം ആവണമെന്നുണ്ടോ? പതഞ്ഞു വരണമെന്നുണ്ടോ? ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നന്നായിട്ട് പതപ്പിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്ത്
ഈ അമ്മയുടെ ഒക്കെ വീട്ടില് വയലുണ്ട് അല്ലേ അമ്മേ? അന്ന് അവിടുന്ന് കിട്ടുന്ന അരി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര അന്ന് അല്ലേ അമ്മേ? ആ അരിയൊക്കെ വെച്ചിട്ടാണ്. അന്ന് മിക്സിയൊന്നും ഇല്ലല്ലോ, അന്ന് മറ്റേ ഒരലില് ഇടിച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇത്ര നേരം അമ്മ പറഞ്ഞത് അത്ര ക്ലിയർ ആണോ എന്നുള്ളത് ചെറിയൊരു സംശയമുണ്ട്. കാരണം അമ്മയുടെ മൈക്ക് ഓഫായിട്ടിരിക്കുകയായിരുന്നു. എന്നാലും കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയുന്ന അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കുഴപ്പമുണ്ടാവില്ല, മൈക്കൊക്കെ സെറ്റ് ചെയ്തു. ഇതിപ്പോൾ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി അങ്ങോട്ട് കുടഞ്ഞിടും. ഓക്കെ. അപ്പോൾ അതാ നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്ത്, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് താഴേക്ക് വന്നത് വലിയ പാത്രം ആയതുകൊണ്ട് 3 മുട്ടയുള്ളൂ. അത് അടിച്ച് കഴിയുമ്പോൾ അത്രയ്ക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇത് ബീറ്റ് ചെയ്തതിനുള്ളിലേക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുവാണ് ചെയ്യാൻ പോണത്. ഷുഗർ പഞ്ചസാര നോക്കിയോ കണക്കതോ? ഇല്ല, അത് നമ്മളിതിനി എല്ലാം കുഴച്ച് കഴിഞ്ഞ് അതിൻ്റെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി കുറച്ചുകൂടെ ചേർക്കും. കൂടി പോകരുതല്ലോ, അതുകൊണ്ട് കുറച്ചിട്ട്. പിന്നെ അമ്മ ഇന്ന് പറയുമായിരുന്നേ, നമ്മൾ ഈ അരി പൊടിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുമല്ലോ, അരിച്ചെടുക്കുമ്പോൾ കുറച്ച് പൊടിയാത്ത കുറച്ച് തരകെന്നാണ് പറയുന്നത്. ഒന്നുമില്ല, നന്നായിട്ട് പൗഡർ ആക്കാതെ ബാക്കി ഉള്ള കുറച്ച് വലിയ പീസായിട്ടുള്ള അരി അത് വെച്ചിട്ട് അമ്മയൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു എന്നേ. അപ്പം ഞാൻ ഓർക്കുക, നമ്മൾ അരി വെച്ചിട്ട് ഉപ്പുമാവ് കഴിച്ചു, ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ, അരിപ്പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവ്. അപ്പോൾ അമ്മ പറയുന്നത് നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളിത് ഫുള്ള് അരിച്ചെടുത്ത് അത് നന്നായിട്ട് വീണ്ടും പൊടിച്ച് ഫുള്ള് ഇതിനകത്ത് ചേർത്തു. അതുകൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ നമുക്കിത് വേണമെങ്കിൽ ചെയ്യാം അല്ലേ അമ്മേ? അധികം പൊടിക്കാതെ അരി പൊടിച്ചെടുത്ത്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേനും ഉരലിൻ്റെ അകത്ത് ഇടിച്ചല്ലേ, അന്നേരം നല്ലതായിട്ട് തരിതരിയായിട്ടുള്ളത് കിട്ടും. അത് ഒടുവിൽ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ അതിനായിട്ട് അങ്ങ് വെക്കും. ഇനി പാലൊഴിച്ച് വെള്ളം ചേർക്കും. ഇനി അരിപ്പൊടി നമ്മൾ അതിനകത്തേക്ക് ഇട്ടു, ഇളക്കിയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുകയാണ്. അത് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാവേ. ഓക്കെ, കൂടിപ്പോയല്ലോ. ഈ പച്ച അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് നീളും. വെള്ളം കുറച്ച് മതി, കുറച്ച് വെള്ളം മതി. ഇത്രേ പച്ച അരിപ്പൊടി. ഈ തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ കിട്ടുന്ന തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാട്ടോ. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വന്നത്. തേങ്ങാ ചിരവി പിഴിഞ്ഞെടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലേ അമ്മേ? കുറച്ചും കൂടെ ലൂസായിരിക്കും അത്. അത് നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. ഇതിപ്പോൾ കട്ടി ആയതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഉപ്പൊക്കെ കുറച്ച് മതി. നമ്മൾ മധുരമുള്ള സാധനം ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. ഉപ്പ് പാകത്തിന് എന്നേ പറയാൻ പറ്റും. അതെ, ആ മധുരത്തിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം. പാലെടുത്ത് കുടിക്കണ പ്ലീസ് ചെല്ല. എള്ള് ഇനി എള്ളിടാൻ പോവാണ് അതിനുള്ളിലേക്ക്. കഴിയുണ്ടല്ലോ, നല്ല എള്ള. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇത് അമ്മ ഇച്ചിരി അത്യാവശ്യം നന്നായിട്ട് എള്ളിടുന്നുണ്ട് കേട്ടോ. എള്ള് നല്ലതാണ് കഴിക്കുന്നത്, വെറുതെ കഴിച്ചാലും നല്ല ഗുണമുള്ള സാധനമാണെന്നാണ് പറയുന്നത് എള്ള്. അപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എള്ളിട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ നീളം, ആവശ്യത്തിന് നീളം. അതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. അത് ഇപ്പോൾ പലർക്കും പല രീതിയിൽ എടുക്കാം. കനം കുറഞ്ഞ് മതിയെങ്കിൽ കൂടുതൽ നീളണം, ഇച്ചിരി കട്ടിക്കിരിക്കണമെങ്കിൽ വെള്ളം തിക്കായിട്ട് വരണം. ഓക്കെ. വെല്ലുമച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നല്ല തിന്നാണ്, അത് നല്ല വെള്ളത്തിൽ. അത് എത്ര മണിക്കൂർ വേണേലും ആ മറ്റേ വിറകടുപ്പിലാണ് ഉണ്ടാക്കുക. വിറകടുപ്പിന്റെ ചോട്ടിൽ നിന്ന് വെല്ലുമച്ചി അത് ഉണ്ടാക്കി തീർക്കും, ഇങ്ങനെ നിറച്ച് വെച്ചിട്ട്. അത് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നുമല്ല, വലിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുക അല്ലേ? 1 കിലോയ്ക്കാലും കുറഞ്ഞത് 1 കിലോയ്ക്ക് ഉണ്ടാക്കുന്നത്. എത്ര നേരം നിന്നാലേ. അന്നൊക്കെ ആണെങ്കിൽ എന്തെല്ലാം പണികളുണ്ട്, പശുവും ആടും ഒക്കെ ഉണ്ട്. അതുങ്ങളുടെ എല്ലാം കാര്യം നോക്കണം. ഉച്ച കഴിഞ്ഞേ കയറുള്ളൂ ഇതുണ്ടാക്കാൻ. രാവിലെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിങ്ങനെ എല്ലാം ഇങ്ങനെയൊക്കെ സെറ്റാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും അടുപ്പിങ്ങനെ നിന്ന് ഇത് ഉണ്ടാക്കിയെടുക്കും. എനിക്കൊരു മാമനും ചിറ്റയുണ്ട്, അതായത് അമ്മയുടെക്ക് ഒരു അനിയത്തിയും ഒരു അനിയനും ഉണ്ട്. അപ്പം ചിറ്റ ഇവർ 2 പെൺകുട്ടികളായതുകൊണ്ട് അവർക്ക് 2 പേർക്കും അല്ലേ വെല്ലുമ്മച്ചി ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞങ്ങൾ 2 പേരും കൂടെ എല്ലാത്തിനും അമ്മയെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പം ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ അന്യം നിന്ന് പോകാനുള്ള സാധനങ്ങളാണ്. ഞാൻ ഇതൊന്നും ഉണ്ടാക്കാറില്ല. ഒരു പ്രായം കഴിയുമ്പോഴത്തേന് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അധികം. അന്നേരം പിന്നെ ഉണ്ടാക്കൊക്കെ അങ്ങ് നിൽക്കും.
ഷുഗറായി, കൊളസ്ട്രോളായി, ബ്ലഡ് പ്രഷറായി എല്ലാം വന്നിട്ട് പിന്നെ കഴിക്കാൻ പറ്റണ്ടാവും. ഇതിപ്പം കുറച്ചുകൂടെ നാള് കഴിയുമ്പം ഇവരൊക്കെ കുട്ടികളൊക്കെ വലുതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാക്കി കഴിക്കുമായിരിക്കും. പക്ഷേ ഉണ്ടാക്കി ഒരു കൊതിക്കൊക്കെ ചിലപ്പം. ഇതെന്താണെന്നറിയോ, മെയിനായിട്ട് ഞാൻ വ്ലോഗ് ചെയ്യുന്നത് ഇതൊക്കെ ഡോക്യുമെന്റിങ് ആണ്. കാരണം ഇതിങ്ങനെ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നാളെ ഏതൊരു കാലത്തും എനിക്ക് തന്നെ എടുത്ത് നോക്കി അമ്മ എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത് എന്നുള്ളത് അമ്മയോട് ഇപ്പോൾ വിളിച്ച് ചോദിച്ചില്ലെങ്കിലും എനിക്കറിയാം. എൻ്റെ വ്ലോഗ് ഒന്ന് എടുത്തൊന്ന് ചുമ്മാ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ അച്ചപ്പത്തിൻ്റെ ബാറ്റർ റെഡിയായി. ഞാൻ എൻ്റെ ഫോൺ ഇങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടുവരാം, അപ്പം നമുക്കൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ അച്ചപ്പത്തിന്റെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. അത്യാവശ്യം നല്ല നീളത്തിലാണ് എടുത്തേക്കുന്നത്, കാരണം അധികം കുറുക്കാതെ നമുക്ക് ഇച്ചിരി തിന്നായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. കടിക്കാനും ഒക്കെ നല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് 1 ക്യാൻ തേങ്ങാപ്പാലില് 1 ക്യാൻ വെള്ളം ചേർത്തിട്ടാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഇത്രയും ബാക്കി ഇത് കുറുകും. ചിലപ്പം മാവ് കുറുകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ പാലൊഴിച്ച്, വീട്ടിലമ്മ അങ്ങനെ ആയിരുന്നു, പാലൊഴിച്ച് കുറച്ചുകൂടെ ആവശ്യത്തിന് നീട്ടം കൂട്ടും. ഇത് കുറഞ്ഞു കട്ടിയായി വരും ഇരിക്കും തോറും. ഇനി നമ്മള് എണ്ണ ചൂടാക്കുന്നു, അച്ചില് മുക്കുന്നു, വറക്കണു. അത് തന്നെ ഇരുമ്പ്, ഇൻഡാലിയം, അങ്ങനെ പലതുണ്ട്. കാസ്റ്റയർ, സോറി, നമുക്ക് ഇരുമ്പിന്റെ ചീനിച്ചട്ടിയില്ല. അമ്മ പറയുന്നു എനിക്ക് ഇവിടെ ഒരു സാധനവും ഇല്ലാന്ന്. എനിക്ക് അധികം പാത്രങ്ങളൊന്നുമില്ല. അപ്പൊ ഞാന് ഇതൊരു സ്റ്റീലിന്റെ ഒരു ചീനിച്ചട്ടി എന്ന് പറയാൻ പറ്റില്ല എന്ന് അമ്മ പറയുന്നു. സ്റ്റീലിന്റെ ഒരു പാത്രത്തിലാണ് വെക്കാൻ പോണത്. അതിലും ചെറുതൊരെണ്ണം ഉണ്ടായിരുന്നു നോൺ സ്റ്റിക്കിന്റെ. പക്ഷെ ഇനി എണ്ണ തിളച്ചു തുളുമ്പിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഒന്നിൽ കൂടുതൽ ഇട്ടുണ്ടാക്കുന്നവരുണ്ടല്ലേ മേ? പക്ഷെ അതിന്റെ ഷേപ്പ് പോകുമെന്ന് അമ്മ പറയുന്നു. അല്ല, കൂടുതൽ ഉണ്ടാക്കി എടുക്കും. ഇച്ചിരൊക്കെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ ഉള്ളൂ. ചിലപ്പോ ഈ കൂട്ടിമുട്ടുമ്പോഴേ തമ്മിൽ കൂട്ടിമുട്ടി അതിന്റെ ഷേപ്പ് ഒക്കെ പോകുത്രേ. അപ്പൊ പിന്നെ നമ്മൾ ഓർത്ത് ഓരോന്ന് തന്നെ ഉണ്ടാക്കാം. പക്ഷെ ഈ ഒരു പാത്രത്തിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിലാണ് നമ്മളിന്ന് അച്ചപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിന്റെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഇങ്ങനെ തിരിഞ്ഞു നിന്നാലേ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. ഇതിന്റെ വേറൊന്നും ഉണ്ടായിരുന്നല്ലോ അമ്മേ? എനിക്ക് ഈ ഒരു അച്ചപ്പത്തിന്റെ അച്ച്, ഇത് നോൺ സ്റ്റിക്ക് ആണ്. നോൺ സ്റ്റിക്ക്. ഇതിനു മുമ്പ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയതിൻ്റെ ഒരു കഥ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ അച്ചപ്പത്തിൻ്റെ അച്ച് വന്ന ഒരു സ്റ്റോറിയെക്കുറിച്ച് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അച്ചപ്പത്തിൻ്റെ അച്ചില്ല. അന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതോ കൊണ്ടുവന്നോ അങ്ങനെ അതിന് പുറകിൽ വേറെ സ്റ്റോറീസൊക്കെ ഉണ്ട്. അതെൻ്റെ പ്രീവിയസ് എന്താ പറയുക വ്ലോഗിലുണ്ട്. പക്ഷേ ഈ അച്ചപ്പത്തിൻ്റെ അച്ച് എനിക്ക് വളരെ സ്പെഷ്യലാട്ടോ. കാരണം എന്താണെന്നറിയോ, ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ അവിടെ വീട്ടിലുണ്ടാവുമോ, എനിക്കൊരു സാധനം കൊണ്ടുതരാനായിരുന്നു. അപ്പോൾ അവൾ റീസെൻ്റ്ലി നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ സ്നാക്സ് ഒക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ നാട്ടിൽ പോയിട്ട് വരുന്നവരൊക്കെ കൊണ്ടുവന്ന് തരിക. അപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ എന്തോ. പക്ഷെ അവളപ്പോൾ വീടിൻ്റെ മുന്നിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, നീ ഒന്ന് എടുത്തേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് പോയി. അപ്പം ഞാൻ വന്ന് തുറന്ന് നോക്കുമ്പോൾ ദാ ഈ അച്ചപ്പത്തിൻ്റെ അച്ചാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ ഒരു വ്ലോഗ് കണ്ടിട്ട് അവൾ ഇങ്ങനെ ഒരു സാധനം നിനക്കില്ലല്ലോ, അപ്പം ഇത് ഞാൻ വ്ലോഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിനക്കിത് വാങ്ങിക്കൊണ്ട് തരാം എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് തന്ന അച്ചപ്പത്തിൻ്റെ അച്ചാണ്. ദിസ് ഇസ് സോ സ്പെഷ്യൽ ഫോർ മീ. താങ്ക് യു ശില്പ. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഉള്ളവരൊക്കെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നോട്ടീസ് ചെയ്തിട്ട് അതിന് അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഗിഫ്റ്റായിട്ടൊക്കെ എൻ്റെ കയ്യിലേക്ക് എത്തുമ്പം ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്, വളരെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് ഈ വീഡിയോ എന്താ പറയുക, ഞാൻ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ശില്പയ്ക്ക് ഇതിൽ നിന്നൊരു അച്ചപ്പം ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അവളുടെ വീട്ടിൽ പോയി എനിക്ക് കുറച്ച് അച്ചപ്പം അവളെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അവളുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് അവളെ എന്തായാലും പോയി നിന്ന് കാണണം, കുറച്ച് അച്ചപ്പം അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാ ഈ അച്ചപ്പത്തിൻ്റെ അച്ചിൻ്റെ സ്റ്റോറി അതാണ്. ശില്പ, താങ്ക് യു സോ മച്ച്. ഇന്ന് നിനക്ക് അച്ചപ്പം കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ അതിപുരാതനമായ അച്ചപ്പത്തിൻ്റെ അച്ചാണ് അല്ലേ മേ? ഇത് വളരെ നല്ല ഷേപ്പിൽ വരും. ഇത് നോൺ സ്റ്റിക്ക് അങ്ങനൊന്നുമല്ല. ഇത് എന്താ മേ, ഇത് മെറ്റീരിയൽ എന്താണെന്ന് അറിയില്ല, ഇരുമ്പോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്, സ്റ്റീലോ എന്തോ ഒരു മെറ്റീരിയൽ. എന്തായാലും വളരെ പഴയ സാധനമാണ് ഇത്. വളരെ ഞാൻ അച്ചപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അച്ചാണ്. വെല്ലുമിച്ചി ഉണ്ടാക്കിയതോ? അത് വെല്ലുമിച്ചിട്ട് അവിടെ തന്നെ ഉണ്ട്.
ഉണ്ടല്ലേ. ആ ഇത് അന്നത്തെ കാലത്ത് അമ്മ ഞാൻ വാങ്ങിയതാ. ഇപ്പം ഇങ്ങനത്തെ ഒരു അച്ച് കിട്ടത്തില്ല. ഇപ്പൊ എല്ലാം കണ്ടില്ലേ വ്യത്യാസമാ. ഈ ഇത് കണ്ടില്ലേ, ഷേപ്പ് പോലും വ്യത്യാസം. ഷേപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഒക്കെ എന്തൊക്കെ പരന്നു വരും. കുറച്ചുകൂടെ തിക്ക കനം കൊള്ളാം. അതെനിക്കൊന്ന് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ്. നോൺ സ്റ്റിക്ക് ഇത്രയും കനം കുറച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇതും ഉണ്ടാക്കുന്നുണ്ട്, അതിലും ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും രണ്ടും ഉണ്ടാക്കി നോക്കാം അല്ലേ. ഒഴിക്കട്ടെ. അപ്പം അമ്മതാ പാനിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ ഇനി ക്യാമറ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ. നമ്മുടെ പാനിൽ എണ്ണ ചൂടായപ്പം അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഇവിടെ കൂടുതൽ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്, അല്ലാത്ത എണ്ണ വാങ്ങുന്നതേ വളരെ കുറവാണ്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ മാജിക് സ്റ്റാർട്ട്സ്. പാപ്പ ഉണ്ടാക്കുക, പൊന്നിക്ക് തരാം. കുറച്ച് കാണുവേണ അല്ലേ. ഷുഗർ ആണോ? ഷുഗർ ഷുഗർ സാക്ഷിയാണോ? നമ്മുടെ പൊന്നാണോ? അച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് സാധാരണ അച്ചപ്പത്തിന്റെ അച്ച് ഈ എണ്ണക്കകത്ത് മുക്കി വെക്കും, നന്നായിട്ട് പിടിക്കാൻ. എണ്ണ പിടിക്കാനും അങ്ങനെ, പിന്നെ ആ മാവ് ഇതിലേക്കൊന്ന് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. നല്ല ചൂടായിട്ടിരുന്ന ഈ മാവിലേക്ക് മുക്കുമ്പോ ഇതെടുക്കാൻ പറ്റൂല. എന്നാലും മാവിലേക്ക് മുക്കുമ്പം അതിലേക്ക് ആ അച്ചിലേക്ക് പിടിക്കും മാവ്. ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും പിടിച്ചിരിക്കില്ലല്ലോ. അതിനാണ് നമ്മൾ എണ്ണയിൽ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്. ഇനി നമ്മുടെ ബാറ്റർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് മുക്കിടന്ന് ചൂടായെന്നാണോ അമ്മ പറയുന്നത്? ചൂടായി കാണും ഇല്ലേ, തിളച്ച് കാണുമല്ലേ. ചൂടായി പോലെ തിളയ്ക്കണം. തിളച്ചിട്ടില്ല. ഇത് ഞാൻ ശില്പ തന്ന അച്ചിലാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അമ്മയുടെ അച്ച് രണ്ടാമത് എടുക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് മാവ് ഇട്ട് നോക്കിയതാ, ആയിട്ടുണ്ട്. അപ്പൊ ഇതിനി ഡിപ്പ് ചെയ്യണം. അമ്മ തന്നെ ഡിപ്പ് ചെയ്തു, ഞാൻ ഇനി ഡിപ്പ് ചെയ്ത് കുളമാക്കണ്ട. അച്ച് ചൂടായ അച്ച് ഇതാ എടുത്തു. ഇതിന്റെ മോൾഡ് ഇതിൽ മുക്കാൽ ഭാഗമേ ഫുള്ള് മുങ്ങരുത്, മുക്കാൽ ഭാഗം മുക്കുക, എടുക്കുക. മുക്കാൽ ഭാഗം മുക്കുക, എടുക്കുക. അതായത് അവിടെ മുക്കരുത്. ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് കുറച്ച് നേരം വെക്കുമ്പം ഇത് വിട്ടുപോരും മാവ് ഈ അച്ചന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തട്ടി പുറത്തേക്ക് എടുക്കുക. സംഭവം സെറ്റായി. നോക്കൂ, ഇന്നാളത്തെ അച്ഛനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട്. വലിപ്പമല്ല, കുറച്ചുകൂടെ എന്തോ ഒരു മറ്റേത് കുറച്ച് ക്ലോസ് ആയിട്ട് കിഴുത്ത ഇല്ലായിരുന്നു, ഇതിനുണ്ട്. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ അറിഞ്ഞേ തരാം. സാക്ഷിക്ക് ഇങ്ങനെ വറുത്ത സാധനങ്ങൾ, ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. വൈഗ, യു വാണ്ട് അച്ചപ്പം? ഞാൻ ആദ്യം ഈ പാത്രത്തിലോട്ടിടുവേ. എന്നാൽ നമുക്ക് എണ്ണ ഇങ്ങനെ ഊർന്ന് വന്ന് കിടന്നോളും. അതിൽ നിന്ന് കുറച്ചെണ്ണ ഊർന്ന് കഴിഞ്ഞ് ഞാൻ ഈ ഇതുപോലെ പേപ്പറിലോട്ട് വെക്കുള്ളൂ. ഇത് പുതിയ അച്ചാണോ? അല്ല, ഇത് പുതിയ അച്ഛനെ. അല്ല, മറ്റേത് ഇടണ്ടേ? മറ്റേ ഇടണേ ഒന്ന് ചൂടാക്കണം. അതിന്റെ കൂടെ ഇനിയിപ്പോ വെച്ചേക്കാം നമുക്ക്. ഇതാണ് ശില്പ തന്ന അച്ചപ്പത്തിന്റെ അച്ചിലെ അച്ചപ്പേ. ഇനി നമ്മള് അമ്മയുടെ പുരാതനമായ അച്ചില് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആ അച്ചിതാ നമ്മൾ ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ അച്ച് നമ്മൾ എണ്ണയ്ക്കകത്ത് ചൂടാക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്.
മുക്കാൽ ഭാഗം വരെ മുക്കിയാൽ മതി എന്നാണ്. അതായത് ഫുള്ള് കവർ ചെയ്ത് അത് ഇളകി വരൂല. അതാണ് അതിന്റെ ഒരു കാര്യം. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തത് കൊണ്ടാണ്. ആദ്യത്തെ ഒരെണ്ണം ഇത്ര ഉപയോഗിക്കാതെ ഇരുന്ന അച്ചായതുകൊണ്ട് ആദ്യത്തെ ഒരെണ്ണം നമ്മൾ കുത്തിയെടുത്ത് പൊട്ടിച്ചൊക്കെ എടുക്കേണ്ടി വന്നു. പക്ഷെ രണ്ടാമത്തെ തൊട്ട് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് പഴയ അച്ച്, ഇത് പുതിയ അച്ച്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് കുറച്ചുകൂടെ തിന്നാണ്, ഇത് കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും. അതേപോലെ ഓരോ ഇതിൻ്റെ കണ്ടോ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇത് കുറച്ചും കൂടെ ചെറുതാണ്. ഡിസൈനിലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡിസൈൻ ബേസിക്കലി സെയിം ആണ്, തിക്നെസ് അല്ലേ, വീതി അല്ലേ, അപ്പൊ കട്ടി കൂടുതൽ. ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ. ഇനി ഇവിടെ പോസ്റ്റാണ്. ഇനി നമ്മളിത് നിൽക്കുക, ഉണ്ടാക്കുക, അത് തന്നെ കുറേ നേരം നിൽക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ കുറേ സമയം എടുക്കും, കാരണം ഇത് എത്ര തിന്നായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പണിയാണ്, മെനക്കെട്ട പണിയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ വാങ്ങുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്യാമല്ലോ ഇതിന് നല്ല ടേസ്റ്റാണ്. എന്താ മോനെ, എന്താടാ പാട്ട് തീർന്നു പോയോ? എന്താ വേണ്ടേ? അങ്ങോട്ട് പോണോ? നല്ല ക്രിസ്പിയാണ്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ വാങ്ങുന്നതിൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം അത്ര ടേസ്റ്റ് വ്യത്യാസമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന്. വാങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുണ്ടാകുന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും അതിനേക്കാളല്ലേ നല്ല നല്ല ടേസ്റ്റ് ആയത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂടുതലും മൈദ കൊണ്ടല്ലേ? ആണ്, മൈദയാണ്. മൈദയാണ് പുറത്തുനിന്ന് വാങ്ങണം. ഇനി അമ്മയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാനിത് പണ്ടെപ്പോഴോ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ടുപേരുടെ ഒന്നിച്ചുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് ഏതാണ്? ദൂരമുണ്ട്, ചെറുതിലെ തൊട്ട് ഇത്രയും വർഷം വളർത്തി വലുതാക്കിയതല്ലേ, ഒന്നും പോലും ഓർത്തെടുക്കാൻ പറ്റണില്ല. എല്ലാ മൊമെന്റ്സും ഇഷ്ടമാണ്. അത് ചീറ്റിംഗ് ആൻസർ അല്ലേ? അത് ചീറ്റിംഗ് ആൻസർ ആണ്. അപ്പൊ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ വേണമല്ലോ. ചോദിക്കട്ടെ, പറയൂ. നിങ്ങളിപ്പം അവധിക്ക് വീട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷം, ഒരു വന്ന് നമ്മളെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു വെക്കേഷൻ മൂഡ്. അതാണ് ഇഷ്ടം. അല്ലാതെ ഇപ്പം എന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കില്ലേ. അപ്പം അമ്മ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ നാട്ടിൽ ചെല്ലുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നാട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് വരുമ്പോൾ ഉള്ള. ഇനി ഞാൻ അമ്മയെ ഏറ്റവും പ്രൗഡായിട്ട് എൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്ത ഒരു കാര്യം പറയാം. പറ. ഞാൻ പറയാം. നീ പറ. എന്നെ കുറിച്ച് എന്താ അമ്മ പ്രൗഡായിട്ടുള്ളതെന്ന് ചോദിച്ചു. പ്രൗഡായിട്ടുള്ളത് എനിക്ക് ഞാൻ പണ്ട് പറഞ്ഞല്ലോ, എഴുതിയെടുത്ത എൻക്ലെക്സ് ആറൻ എന്താന്നറിയോ? ആദ്യത്തെ പ്രാവശ്യം എഴുതിയെടുത്തു. എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം. വെറും ആവറേജ് സ്റ്റുഡന്റ് ആയിട്ടുള്ള അതാണ്. അതായത് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരാളെയല്ല. 3 മാസം കൊണ്ട് പഠിച്ചിട്ട് 5 മാസം എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കത് അതൊരു ഭയങ്കര ഒരു ഇതാണ്. അതായത് ഒറ്റ അറ്റംപ്റ്റില് പാസ്സായി. അപ്പം അത് കാരണം അത് വെറുതെ അല്ല കേട്ടോ. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ പല കാര്യങ്ങളും ഞാൻ വേണ്ടാന്ന് വെച്ചു. എൻ്റെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഞാൻ ആ ഒരു സമയത്ത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഒരു 5 മാസം ഞാൻ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. ഞാനൊരു സോഷ്യൽ ബട്ടർഫ്ലൈ ആണ്. എനിക്ക് ചുറ്റും എപ്പോഴും ആൾക്കാരുള്ളതാണ് എനിക്കിഷ്ടം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ആൾക്കാരെ കാണാനും മിങ്കിൾ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം എനിക്ക് പഠിക്കാനുള്ള ആ ഒരു മലയുടെ വലിപ്പം കൂടുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നതിന് ശേഷം, കാരണം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. കണ്ടോ ഞാനത് പോയില്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ഭാഗം കവർ ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് വന്നിട്ടുള്ളത്.
ഇടയ്ക്കിടയ്ക്ക് ഈ സാക്ഷി വന്നിട്ട് ഇന്ററപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് നിന്ന് പോണു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ആ ഒരു സമയത്ത് ഞാൻ എങ്ങും പോകില്ല, ഞാൻ ഒരു കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഈവൻ എൻ്റെ ഒരു മൈൽ സ്റ്റോൺ ബർത്ത്ഡേ ആയിരുന്നു ആ ഒരു വർഷം. പക്ഷെ അതുപോലും എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ ലൈഫിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പഠിത്തത്തിൽ ഞാൻ അത്ര മിടിക്കില്ലായിരുന്നു, പക്ഷെ പല കാര്യങ്ങളിലും ഞാൻ ഭയങ്കര മിടിക്കായിരുന്നു. പറയൂ. അതൊക്കെ അന്നു ഞാനൊന്നും ലൈഫിൽ പഠിച്ചിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല, ഡാൻസ് പഠിച്ചിട്ടില്ല, വരയ്ക്കാൻ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു ട്രെയിനിങ്ങോ പ്രോപ്പർ ട്രെയിനിങ്ങോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാം ഞാൻ കുറേശ്ശെ ചെയ്യും. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റു. അപ്പം എന്റെ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളിലായിരുന്നു. ഞാൻ പാസ്സായി എന്നുള്ളതാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അമ്മ അയ്യോന്നൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ അമ്മ എന്റെ ഏജിലാണ്. അന്ന് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം, അതായത് യങ് ആയിട്ടിരുന്ന ഒരു കാലത്ത് അമ്മയ്ക്ക് അമ്മ ഇപ്പോഴും യങ് ആണ്, നോക്കൂ, സന്തൂർ മമ്മി. അപ്പൊ അന്ന് ചെയ്യാൻ പറ്റാതിരുന്നതില് ഇപ്പൊ അമ്മയുടെ ആ ഒരു ഏജിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്ന ഒരു കാര്യം പറയും. വേറെ ഒന്നുമല്ല, പഠിച്ചൊരു ജോലി വാങ്ങിക്കാൻ. അന്ന് അമ്മ മര്യാദക്ക് പഠിച്ച ജോലി കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് മറ്റേതിന്റെ ആൻസർ കിട്ടിയില്ലേ, ഞാൻ എന്തുകൊണ്ട് പഠിക്കില്ലാതെ? അമ്മയുടെ. അപ്പൊ അമ്മയ്ക്ക് അതൊരു ഭയങ്കര വിഷമം. അമ്മ അന്നത്തെ കാലത്ത് പഠിച്ച് അന്നൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു, കാരണം അമ്മ ഹൗസ് വൈഫായിട്ട് നിന്നിട്ടുള്ള, അമ്മയ്ക്കൊരു ജോലി അങ്ങനെ ഒന്നും ഉള്ളതൊന്നുമില്ല. അപ്പം അത് മാത്രമാണ് അമ്മയ്ക്ക് എപ്പോഴും റിഗ്രറ്റ് എന്ന് എനിക്ക് പണ്ടും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾ രണ്ടും പഠിച്ചൊരു ജോലി മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് സാധിച്ചു. നമുക്ക് കണ്ണന് ഒരു അച്ചപ്പം കൊണ്ടുപോയി കൊടുക്കാം. അമ്മ പറയാം കുറച്ചെണ്ണം അങ്ങോട്ട് കൂടുതൽ. അപ്പൊ ഞാൻ ഇത് കൊടുത്താൽ തിരിച്ച് വീട്ടിൽ കയറി വരുമോന്ന് നോക്കാന്നതാ. കഴിച്ചിട്ട് വേണമെങ്കിൽ വായേ. വൈകിക്ക് ഇന്ന് ക്ലാസിക്കൽ ഡാൻസ് ഉള്ള ദിവസമാണ്. അതിനിപ്പോൾ അവൻ്റെ റെഡിയായി. വൈകിയുടെ ടീച്ചറിന് വളരെ നിർബന്ധമാണ് മാല ഉണ്ടാവണം, പൊട്ട് തൊട്ടിട്ടുണ്ടാവണം, വള ഇട്ടിട്ടുണ്ടാവണം ഡാൻസ് ക്ലാസ്സിന് എന്നൊക്കെയുള്ളത്. എവറിത്തിങ് ചെക്ക്ഡ്? യെസ്. ഓക്കെ, എന്നാൽ വാട്ടർ ബോട്ടിൽ എടുത്തോ, ലെറ്റ്സ് ഗോ. നമ്മുടെ ഗരാജ് ആകെ മെസ്സി ആയിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് കാരണം ഇവിടെ ഉള്ള ജങ്ക്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു കാറേ ഇപ്പോൾ അകത്തിടാൻ പറ്റുന്നുള്ളൂ. ഇതെല്ലാം നമ്മുടെ ഒരു കട്ടിലിന് കുറച്ചൊരു ഡാമേജ് വന്നിട്ട് അത് നമ്മൾ മാറ്റി. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ അഴിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഗരാജ് ഫുള്ള് സാധനങ്ങളാണ്. അതുകൊണ്ട് ഏട്ടൻ്റെ വണ്ടി ഇപ്പം മിക്കവാറും പുറത്തായിടാറ്. ഇന്നുണ്ടല്ലോ നമുക്കിവിടെ നമ്മുടെ കാറ്, അതായത് ഇൻറ്റീരിയർ അകത്തും പുറത്തും ക്ലീൻ ചെയ്യുന്ന ഒരു പുള്ളി വന്നിട്ടാണ്. കുറേ വർഷങ്ങളായി പുള്ളി നമ്മുടെ കാറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി വീട്ടിൽ വന്ന് സമയമെടുത്ത്, അതായത് പുള്ളി ഒരു ഫ്യൂ അവേഴ്സ് എടുക്കും കേട്ടോ, മേ ബി ഒരു 5-6 hours ഒക്കെ എടുത്തിട്ട് വളരെ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അത്ര എക്സ്പെൻസീവും അല്ല, നല്ല നീറ്റായിട്ട്. നമ്മൾ ഇപ്പോൾ പുതിയൊരു വണ്ടി വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ഒരു ഫീലാണ് പിന്നെ അതിനകത്ത് കയറുമ്പോൾ. അപ്പം അത്ര നല്ല നീറ്റായിട്ട് ഈ പുള്ളിയുടെ എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യും. അത്ര എക്സ്പെൻസീവും അല്ല. അപ്പം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റായി ഞാൻ. എല്ലാ തവണയും അങ്ങനെ തന്നെ കേട്ടോ. നമുക്കിതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല, ഒത്തിരി വർഷങ്ങളായിട്ട് പുള്ളി തന്നെ ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നല്ല വെട്ടിത്തിളങ്ങണു കാറൊക്കെ. ഇതെൻ്റെ കാറാണ്. കഴിഞ്ഞ ദിവസം ഏട്ടൻ്റെ കാർ അവർ ക്ലീൻ ചെയ്തു പുള്ളി വന്നിട്ട്. കണ്ടോ, നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല കയറുമ്പോൾ തന്നെ നല്ല സ്മെല്ലും ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വൈകി കയറിയിരുന്നപ്പോൾ തന്നെ പാട് വീഴ്ത്തിയിട്ടുണ്ടാവും. നോക്കാം, എല്ലാം നല്ല മെസ്സായി കിടക്കുമായിരുന്നു. കുറച്ച് നാളായി ക്ലീൻ ചെയ്ത്. ഈ കുട്ടികൾ ബാക്കിലിരിക്കുന്നതുകൊണ്ട് എപ്പോഴും നല്ല മെസ്സാവും. പിന്നെ ട്രങ്കും എല്ലാം നല്ല ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഏട്ടൻ വന്നു. എന്താ ബോക്സിൽ? ഹായ് വ്ളോഗ്. അമ്മ അച്ചപ്പം ഉണ്ടാക്കി അതിൻ്റെ. ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഷോർട്സിൽ ഞാൻ ഒരു
സാന്റയ്ക്ക് ലെറ്റർ എഴുതിയ കഥ പറഞ്ഞിരുന്നല്ലോ, അന്നൊരു സാധനം വേണമെന്ന് പറഞ്ഞത്. ആ സാധനം കിട്ടിയിട്ടുണ്ട്. എൻ്റെ സാന്റ ദാ നിൽക്കുന്നു. എൻ്റെ സാന്റ തന്ന ഗിഫ്റ്റ് ഇതായിരിക്കുന്നു. ഈ മൈക്രോഫോണാണ് ഞാനന്ന് എന്താ പറയുക എൻ്റെ വിഷ് ലിസ്റ്റിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നത്. അത് ഏട്ടൻ വാങ്ങി തന്നു. അങ്ങനെ എൻ്റെ സാന്റ എനിക്ക് ഗിഫ്റ്റ് തന്നു. എന്താണ് കിട്ടിയ ഗിഫ്റ്റ്? അകത്ത് പോയിട്ട് പൊട്ടിക്കാം. കമ്പനിയിൽ നിന്ന് ഏട്ടന് ഹോളിഡേ ഗിഫ്റ്റ് കിട്ടിയത് എന്താന്ന് നോക്കാം. ഗസ് ചെയ്യടാ കണ്ണ. സ്വീറ്റ്സ്. ഇത് കുക്കീസ്, സം ക്രംബിൾസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സീസ് ഫേമസ് ഓൾ ടൈം ക്യാൻഡീസ് എന്നാണ് സാധനം. നോക്കട്ടെ. എന്തല്ലേ? ഓ വാവ് കണ്ണാ, ടെംപ്ടേഷൻ. ഈ സാധനം കണ്ട എപ്പോഴാണെങ്കിലും ഞെക്കി പൊടി. ഇത് കണ്ടാൽ ഇതിങ്ങനെ പോപ്പ് ചെയ്യാൻ തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലേ അല്ലേ ഏട്ടാ? നമ്മളിങ്ങനെ അറിയാതെ അല്ലേ? എനിക്ക് തോന്നും. ഓ ലുക്ക് അറ്റ് ദിസ്. ഇത് കണ്ടോ? ഇതൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. നോക്കിടാ. പക്ഷേ ഇവിടെ ആരും ചോക്ലേറ്റ്സ് കഴിക്കില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. വൈകി ഇതിൽ നിന്ന് 1-2 കഴിക്കുമായിരിക്കും. പിന്നെ ഇവൻ കണ്ണൻ കഴിക്കും കുറച്ച്. പക്ഷേ കണ്ണൻ ഇപ്പോൾ സ്ട്രിക്റ്റ് ഡയറ്റിലാണ്. അവന് കീൻവേ കഴിക്കൂ, മുട്ട പുഴുങ്ങിയതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ട് കണ്ണാ ഒരെണ്ണം വേണേ കഴിക്കടാ. നീ ഒരെണ്ണം ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യണേ. നീ ഏത് ചൂസ് ചെയ്യുന്ന പറയും? ഷുഗർ 16 ഗ്രാം, 15 ഗ്രാം ആഡ് ഷുഗർ, മൊത്തം 31 ഗ്രാം ഷുഗർ. ഇതോ? സോഡിയം 45 മില്ലിഗ്രാം. കഴിക്കുന്നപ്പോ കാർബ് 20 ഗ്രാം. ഒന്നുകൂടെ ഒന്നും കൂടെ ഒന്ന് നിർബന്ധം. നല്ല മുഴുത്തുന്നു. 28 വെറൈറ്റി ഉണ്ട്. പക്ഷെ എല്ലാം ഇതിലുണ്ടോ? ഇത് കൊള്ളാം. ടോഫി, ക്രഞ്ചി ടോഫി ആൻഡ് ആൽമണ്ട്സ്. ഓ ദിസ് മൈറ്റ് ബി ഗുഡ്. അപ്പം നമ്മുടെ അച്ചപ്പം എല്ലാം ആയിട്ടുണ്ട്. ഞാനിതാ ശില്പയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അവളുടെ അടുത്ത് ഇപ്പം ഇവിടെ 6 മണിയായി. സത്യം പറഞ്ഞാൽ ഇരുട്ടി കേട്ടോ. ഇപ്പം നേരത്തെ ഇരുട്ടുന്നതുകൊണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് കയ്യോടെ കൊണ്ടുപോയി കൊടുക്കാം. നാളെ ഒന്നും എനിക്ക് സമയം കിട്ടത്തില്ല. നാളെ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ രാത്രി തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പോവാം. രാത്രിയല്ലല്ല, സന്ധ്യ. പക്ഷെ കണ്ടാൽ രാത്രി പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അതിന് മുമ്പ് വൈകനെ ഒന്ന് പിക്ക് ചെയ്തിട്ട് വരണം ഡാൻസ് ക്ലാസ്. എന്താ കഴിക്കുന്നത്? വൈകി ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറി മിൽക്ക് കിട്ടിയാ? അറിയോ? ചിക്കും കുക്കിയൊന്നും വന്നില്ല. എന്താണ് അതാരാ സിംബ? ആരാടാ? ചേട്ടൻ. ഇത് സിംബ. ഇവൻ ശില്പയുടെ ഡോഗാണേ. ശില്പയൊക്കെ നാട്ടിൽ പോയിരുന്ന സമയത്ത് ഏകദേശം 1.5 മാസക്കാലം ഇവനെ ടേക്ക് കെയർ ചെയ്തത് ഞാനായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ശില്പയെ പോലും പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ 2 പേരുടെ ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ് സിംബേനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഏറ്റെടുത്തത്. വെറും 1.5 മാസമേ നമ്മുടെ ഒപ്പം നിന്നുള്ളെങ്കിലും എന്നെ എപ്പോൾ കണ്ടാലും അവൻ്റെ സ്നേഹം ഭയങ്കരമാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ ശില്പയ്ക്ക് പോലും ചെറിയ അസൂയ തോന്നുന്ന പോലെയുള്ള സ്നേഹം. താങ്ക് യു. ആരോടാ? ആന്റിയോട് പറയണ്ടേ? എടേ എന്നാലും ഞാൻ നീ എനിക്കൂടെ ഒരു താങ്ക് യു. നന്നായിട്ടുണ്ട്. അതിൽ വർക്കായോ? അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? ഹാഫ് അത് വെച്ചിട്ടാ കാണുമ്പോ അറിയാം. ഇത് നീ തന്ന സാധന. ഇത് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന. അമ്മ ഇത്തവണ വന്നപ്പോ കൊണ്ടുവന്നു. അത് പുതിയത് ഇതായി വരാൻ ടൈം. ഞാൻ ശില്പയ്ക്ക് കൊണ്ടുപോയി അച്ചപ്പം ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവൾ കഴിച്ചു നോക്കിയിട്ട് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ അവൾ ഇഷ്ടമായി, നന്നായിട്ടുണ്ട്, ആൻറ്റിയുടെ അടുത്ത് താങ്ക് യു പറയുന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞു. അപ്പം ശില്പ താങ്ക് യു സോ മച്ച് അഗെയിൻ. അപ്പം നമ്മൾ ഇന്നത്തെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്.
അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നു. നമ്മൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ ഒരു പുതിയ കാര്യമാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നടക്കാൻ പോകും. രാത്രിയിലാണ് പോകുന്നത്. കാരണം എല്ലാവരുടെയും തിരക്കുകളും സാക്ഷിയുടെ ഉറക്കവും എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഒന്നിച്ചിറക്കാൻ പറ്റുന്ന ഒരു സമയം അതായതുകൊണ്ട് രാത്രിയാകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങുന്നത് കേട്ടോ. അപ്പം അതാണ് അടുത്ത പരിപാടി. ഇനിയിപ്പം ബ്രൗൺ റൈസ് ആണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നത്. ബ്രൗൺ റൈസ് ഉണ്ട്, ബീട്രൂട്ട് തോരൻ ആൻഡ് ചിക്കൻ കറി. ഇതാണ് നമ്മുടെ ഡിന്നർ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ കഴിച്ചിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ല. അതുകൊണ്ട് ആണ് രാത്രിയിൽ ഇപ്പോൾ ചോറ് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ചപ്പാത്തിയാണ്, അല്ലെങ്കിൽ സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. പക്ഷേ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടാകാത്തത് കൊണ്ട് ചോറുണ്ണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ചപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഒരു ക്ഷീണം മുഖത്ത് കാണാനുണ്ട്. അച്ചപ്പം ഉണ്ടാക്കിയതിൻ്റെയും കഴിച്ചതിൻ്റെയും എല്ലാം ക്ഷീണം നമ്മുടെ മുഖത്തുണ്ട്. നമ്മൾ ഡിന്നറൊക്കെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു. വൈകയുടെ ക്ലാസ് ടീച്ചറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ. ലാസ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി മെറ്റേണിറ്റി ലീവിന് പോവാണ്. മെറ്റേണിറ്റി ലീവിന് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് ദിവസമാണ്. അപ്പം ആ ടീച്ചറിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ തൊട്ടടുത്തുള്ള കട വരെ പോകുന്നു, സാധനം എടുക്കുന്നു, തിരിച്ചു വരുന്നു. അതാണ് പ്ലാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാം. എല്ലാവരും ഇറങ്ങിപ്പോകുന്ന സമയമായപ്പം ഞങ്ങൾ സാധനം വാങ്ങാൻ കയറി ചെല്ലുന്നു. പക്ഷെ കട അടച്ചിട്ടില്ല കേട്ടോ. സ്റ്റോർ അടയ്ക്കണേ 10 മണിയാവും. നമ്മളിപ്പോൾ 8:30 കഴിഞ്ഞപ്പം വന്നു. അതിൽ സൈസ് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ ബേബിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുറച്ച് വൺസീസും അങ്ങനത്തെ ഉടുപ്പും. ഇത് വൈകിട്ട് ഞാൻ ഒരു സ്വിം സ്യൂട്ട് എടുത്തു. സാക്ഷിക്ക് ചുമ്മാ ഒരു ടോപ്പും ഷോർട്ട്സും എടുത്തു. അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി പെട്ടെന്ന് പോട്ടെ. വീട്ടിൽ ചെന്നിട്ട് വേണം നടക്കാൻ പോകാൻ ഞങ്ങൾക്ക്. അയ്യോ, നമ്മുടെ മുഖം നോക്കൂ, ടയേർഡായി അല്ലേ? എൻ്റെ മുഖം അതെ, അമ്മച്ചൻ്റെ മുഖം അതെ. കിടക്കേണ്ട നേരമായപ്പം തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. എന്തായാലും പരിപാടി കഴിഞ്ഞു. ഇതാ നമ്മൾ സാധനമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ ചെന്നിട്ട് നടക്കാനുള്ള ആരോഗ്യം ഉണ്ടാവും. എന്തോ സമയം എത്രയുമേ 9 കഴിഞ്ഞിട്ടുണ്ടാവും. നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണേ. Guess what color is your swimsuit? Blue. Oh yes. Wait, what? It's blue. It's blue. What? I have so many questions, first of all. You like it? Give me that. അടിയിലത്തേതൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. എനിക്കറിയില്ല, 8 ആണ് ഞാൻ വാങ്ങിയത്. ഇവക്കത് ലൂസായിരിക്കുമോ It's എനിക്ക്. me. ഇതാ ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത്. ഇത് സാക്ഷിയുടെ ഇതാ. എന്നാ ഇത് ഗിഫ്റ്റ് ബാഗിൽ എടുത്ത് വെക്ക്. ഞാൻ ഗിഫ്റ്റ് റെസിപ്റ്റ് ഒന്നും വെച്ചില്ല കേട്ടോ. ചുമ്മാ 2 ഉടുപ്പ് മാത്രം. Whose baby is it? വൈകിട്ട് ടീച്ചറിന്റെ ബേബിക്ക്. Oh. You should have said it was open. You like it? Then I would understand. You like it? Check it out. 3 months. ഒരെണ്ണം 0 to 3 I think you should have months. bought 2 months. പിന്നെ ഒരെണ്ണം ന്യൂ ബോൺ, മറ്റേ 1C. ന്യൂ ബോൺ 1C. You like it? Yeah. Cute. Da. Can I try it on? ചോക്ലേറ്റ് ആണോ കഴിച്ചെന്നേ? സാക്ഷി കഴിച്ചോ? നമ്മുടെ പൊന്ന് കഴിച്ചോ? കഴിച്ചോ? മുക്കി. അയ്യേ ഓയ്. നമ്മൾ രാത്രി 9:30 ആയപ്പോൾ നടക്കാൻ ഇറങ്ങിയേക്കുവാണേ. ഏട്ടൻ വന്നില്ല. ഏട്ടനും കുട്ടികളും വീട്ടിൽ തന്നെ ഇരിക്കുക. ഞാനും അമ്മയും കണ്ണനും കൂടെ നടക്കാൻ ഇറങ്ങിയേക്കുവാണേ. ഇവിടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെയാണ്. കുറച്ചേരം ഒരു 1/2 hour നടന്നിട്ട് തിരിച്ചു കയറും. അപ്പോഴത്തേക്ക് അവർക്ക് കിടക്കാനുള്ള സമയമൊക്കെ ആവും.
അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തി. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ നമ്മുടെ നടപ്പൊക്കെ കുറച്ചൊന്ന് വൈകിപ്പോയി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് വാക്കിങ്ങും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കലും, അതൊരു വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ പ്രോപ്പർ ഡയറ്റിങ് അങ്ങനെയൊന്നും പറയുന്നില്ല. കുറച്ചൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്യുക, കുറച്ചെന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഇതാ നോക്കൂ, ടയർഡായി. ഇനിയിപ്പോൾ കുളിച്ച് കിടന്നുറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിന്നർ നേരത്തെ തന്നെ കഴിച്ച് കഴിഞ്ഞതാണ്. അപ്പം ഇനിയിപ്പം നാളെ എനിക്ക് റെഗുലറായിട്ട് ജോലിയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ എണീറ്റ് ജോലിക്ക് പോകണം. അപ്പോൾ ഇന്ന് ഓൾറെഡി ഇപ്പോൾ കുറച്ചധികം ലേറ്റായി. ഇപ്പോൾ പോയി കിടന്നുറങ്ങട്ടെ. രാവിലെ എണീറ്റ് 7 മണിക്ക് ജോലിക്ക് എത്തേണ്ടതാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.